ഹായ് ഗൈസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടി മേടിച്ചു കൊടുക്കുക, മെൻഷൻ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പെൺപിള്ളേർ മൊത്തം ഇപ്പോൾ എനിക്കെതിരായ ഒരവസ്ഥയാണ്. പക്ഷേ അതിൽ ഒരുപാട് എന്നോട് നന്ദിയുള്ള ഒരുപാട് ബോയ് ഫ്രണ്ട്സുകളുണ്ടാവും. അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പുതിയ കളക്ഷൻ ടൈമിക്രോ വന്നിട്ടുണ്ട്. 1:64 ലിമിറ്റഡ് എഡിഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ടൈമിക്രോയിൽ കൂടുതലും ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും. 1000 പീസൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഇത് തന്നെ നമ്മുടെ കയ്യിൽ 1000 പീസ് അവരുണ്ടാക്കിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് അടിയിൽ കാണാൻ ലിമിറ്റഡ് എഡിഷൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. 1000 പീസ്. ഇത് 249 പീസാണ്. അപ്പോൾ എല്ലാ സാധനവും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. ഇത് നിങ്ങൾക്കറിയാലോ, സുപ്ര A80Z എന്ന് പറഞ്ഞ വണ്ടിയാണ് സുപ്രയുടെ. പോൾ വോക്കർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമിക്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇതിൻ്റെ ബേസ് ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ മുകളിൽ അക്രലിക് ബോക്സ് വരും. അങ്ങനെയുള്ള 1:64 സ്കെയിലിലെ കാസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് റെഡ് ബുള്ളിൻ്റെ സിവിക്കാണ്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ളത്. മോട്ടീവുകളും ബോഷും അങ്ങനെ കുറേ ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള റാലി കാറാണ്. ഇതിൻ്റെ മറ്റേ ഡുൺലോപ്പിൻ്റെ ടയേഴ്സും അലോയ്സും എല്ലാമുള്ള നല്ല ലിമിറ്റഡ് എഡിഷൻ. ഇതും ലിമിറ്റഡ് എഡിഷനാണ്. ഇവരുടെ എല്ലാം ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും. അപ്പോൾ 1000 പീസിൽ 416 പീസാണ് ഈ ഒരു സിവിക്ക് വരുന്നത്. പിന്നെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം RBW പോർഷെ. ബ്യൂട്ടിഫിക്കേഷനിൽ ഇവർക്കൊരു കോംപ്രമൈസും ഇല്ല. ഇതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ട, ഇതിലിങ്ങനെ സി ഇങ്ങനെ വന്നിട്ട് ഈ ഇരിക്കുന്ന ക്യാരക്ടറിൻ്റെ സ്കേർട്ടിലും ആ സി ഉള്ള ടൈപ്പ് വണ്ടിയാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? ആ ഒരു തീമിൽ തന്നെ എല്ലാ വണ്ടിയും ചെയ്തിട്ടുള്ളത്. ഇത് എന്തോ ഒരു ടൈപ്പ് ബ്ലൂ ആണ്. അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഇരിക്കുന്നത് നിസാൻ ഡാറ്റ്സൺ, അങ്ങനെ നിസാൻ സ്കൈ ലൈനാണെന്ന് തോന്നണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നിങ്ങളേതാണെന്ന് പറഞ്ഞു, കാരണം എനിക്ക് പെട്ടെന്ന് നല്ല ഓർമ്മയുള്ള വണ്ടിയായിരുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത് വെച്ച് പഴയ മോഡലാണ്, നിസാനാണെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളെന്താണെന്ന് വെച്ചാൽ കമൻറ്റ്. ഡാറ്റ്സൺ അല്ല, നിസാൻ GTR തന്നെയാണ്. GTR അല്ല, സ്കൈ ലൈനാണെന്ന് എൻ്റെ ഓർമ്മ. ഇത് ബീറ്റിലാണ്. ബീറ്റിലിൻ്റെ എന്ത് മാതാവേ, കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി. നമ്മുടെ ഡർബിയിലുള്ള ബീറ്റിലില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടൈപ്പിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഇങ്ങനെ കരയണ പോലെയൊക്കെ ഇരിക്കണത് ഗൾഫ് എഡിഷനാണ്. ഇതും 1000 പീസിൽ 669 പീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ സൈഡിലെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഗൾഫ് എഡിഷൻ ബീറ്റിലിൻ്റെ അടിപൊളിയാണ്ട. ഇതിനും ഏകദേശം എനിക്ക് തോന്നുന്നു 1649 റുപ്പീസാണ് നമ്മുടെ ബീറ്റിലിന് വരുന്നത്. പിന്നെ ഇപ്പുറത്ത് തന്നെ പോർഷെ അല്ല, സോറി, മിനി കൂപ്പർ ഏകദേശം 3-4 മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. മൊത്തം ഏകദേശം 130 ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പറ്റുന്ന 10-60 മോഡൽസ് നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ വീഡിയോ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. മിനി കൂപ്പറിൻ്റെ തന്നെ ഇതും ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള മോഡലാണ്. 1000 പീസ് ഉണ്ടാവുള്ളൂ. ഇത് ലാൻസർ എവല്യൂഷൻ അഡ്വാൻ, അറിയാമല്ലോ എനിക്ക്. അഡ്വാൻ എന്ന് പറഞ്ഞാൽ എഡിഷനാണ്. ഇതിൻ്റെ കുറേ ടൈപ്പ് ഇറങ്ങുന്നുണ്ട്. GTRലുണ്ട്. അങ്ങനെ ഒരുപാട് അഡ്വാൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു ക്യാരക്ടർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ കണ്ട റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സിങ്ങിൽ അഡ്വാൻ്റെ സംഭവം വരുന്നുണ്ട്. പിന്നെ വില്ലീസിൻ്റെ തന്നെ ഇത് മിലിറ്ററി എഡിഷനാണ്. ഇതിൻ്റെ കൂടെ ഗണ്ണും കാര്യങ്ങളും ഡീറ്റെയിലിങ്ങിൽ ഷവല്, ബാക്കിലെ ബോക്സ്, ടൂൾ ബോക്സ്, ഫോണ്, പിന്നെ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഇത് എനിക്ക് ഇങ്ങനെ തട്ടിയ താഴത്തേക്ക് ഫോൾഡ് ആവും. അങ്ങനെയൊക്കെയുള്ള വില്ലീസിൻ്റെ MB എന്ന് ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. ഇത് 1000 പീസിൽ 457 പീസാണ്. 1:64 തന്നെ. ഇവിടെ നിങ്ങൾ നോക്കി, സിവിക്കിൻ്റെ മോൺസ്റ്റർ എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ മോൺസ്റ്റർ. ഇതിൻ്റെ ബാക്കിൽ സംഭവം ഈ ഒരു സ്പോയിലർ നിങ്ങൾ കണ്ട, ഇതിൻ്റെ എഫേർട്ടില്ലേ പറയാതിരിക്കാൻ പറ്റില്ല. ഫ്രണ്ടിലെ സ്കേർട്ട് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ബ്ലാക്കിൽ നല്ല, ഇതിൻ്റെ തന്നെ നേരത്തെ കാണിച്ച മാറ്റ് ബ്ലാക്ക് ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് ലാസ്റ്റ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളതിൽ ഇതിൻ്റെ കൂടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് കാണാം. ക്യാരക്ടർ വെക്കാനുള്ള ഇതൊക്കെ അവർ തന്നെ തരും കേട്ടോ. പിന്നെ G-Wagon 4x4 മാർട്ടിനി എഡിഷൻ. ഇതിൻ്റെ മേളിൽ റൂഫ് റാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കിൽ ബുൾ ബാർ, പിന്നെ അതിൻ്റെ മേളിലെ ലൈറ്റ്സ് കാര്യങ്ങൾ, സ്നോർക്കൾ എല്ലാം വരുന്ന ഫുള്ളി ലോഡഡ് വണ്ടിയാണ്. ഇതും ലിമിറ്റഡ് എഡിഷനാണ്. അപ്പോൾ ടൈമിക്രോടെ മിക്കത് ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും. ഭയങ്കര റെയർ ആയിരിക്കും. അധികം ആൾക്കാരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള 1:64 ടൈമിക്രോടെ കളക്ഷൻസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് പോവാം. ഇവിടെ തുടങ്ങണോ അവിടെ തുടങ്ങണോ? നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇടത് നിന്ന് തുടങ്ങാറ്. ഈ പ്രാവശ്യം നമ്മൾ വലതുവശത്ത് നിന്ന് തുടങ്ങാം. ഇതും നിങ്ങൾ കാണാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സെയിം മോഡലിൻ്റെ സ്കൈ ലൈൻ്റെ പഴയ ടൈപ്പാണ്. അതിൻ്റെ അടിയിൽ വേറൊരു വണ്ടിയുണ്ട്. സത്യം പറഞ്ഞാൽ ചില വണ്ടിയാണ് മനസ്സിലാവില്ല, ഫ്രണ്ട് കാണേണ്ടി വരും, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിസാൻ GTR R32 സെയിം
ഗോഡ്സില്ല ഗ്രീൻ കളർ. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഇതൊക്കെ കാണാം. പിന്നെ തൊട്ട് അടിയിൽ തന്നെ മസ്ഡേ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതെല്ലാം ലിമിറ്റഡ് എഡിഷൻ ഉണ്ട്. പിന്നെയും സെയിം R32 ബ്ലാക്ക്. ഇതെനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെ അടിയിലുള്ളത് BM ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ തന്നെ പറ. അടിയിലുള്ള ടെസ്റ്റിലാണെന്ന് എനിക്ക് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ഇരിക്കണ സെയിം സിവിക്കാണ് ഇവിടെ ഇരിക്കണത്. പിന്നെ R34 ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മുടെ കയ്യിൽ ഹുറാക്കാനാണെന്ന് എൻ്റെ വിശ്വാസം കണ്ടിട്ട്. ലംബോർഗിനി. പിന്നെ അതിൻ്റെ ഇടയിൽ മസ്ഡ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ഈ ഇരിക്കണത് മിനി കൂപ്പറിൻ്റെ തന്നെ വേറെ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ R32 റെയിൻബോ എന്ന് പറഞ്ഞ സാധനം. പിന്നെ അഡ്വാൻ്റെ സ്കൈലൈൻ ഉണ്ട്. നമ്മുടെ സ്കൈലൈൻ്റെ അഡ്വാൻ സീരീസ് ഉണ്ട്. ഇത് ടൊയോട്ടയുടെ 86 കോൺസെപ്റ്റ് കാറാണ് ഇരിക്കണത്. പിന്നെ ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് പോർഷെ സ്പൈഡറാണെന്ന് തോന്നുന്നത് 918. ഇത് നിസാൻ GTR നിസ്മോ എഡിഷൻ. ഇതും സ്പൈഡറിൻ്റെ വേറെ കളറാണ്. ഇത് കൺവേർട്ടബിൾ അല്ല, രണ്ടും ഓപ്പൺ റൂഫാണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ച വില്ലീസിൻ്റെ MB. ഇത് R32 വേറെ സീരീസാണ്. ഇത് മസ്ഡയുടെ RX-7 പുതിയ മോഡൽ. അത് 2 കളേഴ്സ്, 2 അല്ല 3-4 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ 350Z നിസാൻ R34 തന്നെ വേറെ കളേഴ്സ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. ഇത് മോഡൽ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഏത് വണ്ടിയാണ് സത്യമായിട്ട് എനിക്കറിയാം. സൈഡ് കണ്ടിട്ട് ഇത് സുബാറു ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്പൈഡറിൻ്റെ വേറെ കളർ. ഇത് ഏതൊരു കോൺസെപ്റ്റ് കാറാണ്. ഇത് നിങ്ങൾ പറ PSC ഡിസൈൻ, അത് നമ്മുടെ DC ഒക്കെ പോലെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. സുബാറു തന്നെ വേറെ കളേഴ്സിൽ നമ്മുടെ വരുന്നുണ്ട്. പിന്നെ ബീറ്റിൽ നമ്മുടെ കയ്യിലുണ്ട്. G-Wagon മോഡിഫൈഡ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് R32 തന്നെ പോലീസ് എഡിഷൻ. പിന്നെ ഇത് RX-7. ഇത് സൂപ്പറായി നിങ്ങളെ കാണിച്ചായിരുന്നു ഓൾറെഡി, അവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. സുബാറുവിൻ്റെ തന്നെ നേരത്തെ ഈ കാണിച്ചതിൻ്റെ വേറെ കളറ്. പിന്നെ നമ്മുടെ കയ്യിൽ 350Z നേരത്തെ കാണിച്ചതിൻ്റെ സെയിം തന്നെ. ഇത് RWB പോർഷെ നേരത്തെ കാണിച്ചായിരുന്നു, ഇതൊക്കെ കാണിച്ചായിരുന്നു. ഇത് ഞാൻ കോൺസെപ്റ്റ് നേരത്തെ കാണിച്ചായിരുന്നു. ഇത് DHLൻ്റെ സുപ്ര Mark 5 റെഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന് തന്നെ പോലീസ് എഡിഷൻ സേഫ്റ്റി കാറും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതേതാണ് സത്യം പറയാൻ ഞാൻ മറന്നു, നിങ്ങൾ തന്നെ പറയുക. ഇതും എനിക്ക് പെട്ടെന്ന് നിസാൻ സിൽവിയ കൊക്കക്കോള എഡിഷൻ. വില്ലീസ് വണ്ടി മാത്രമായിട്ട് കിട്ടണത്, ഫുള്ളി ലോഡഡ് US സ്പെക്ക് സെയിം വണ്ടി നമുക്ക് കിട്ടും. പിന്നെ RX-7 ഇതറിയാലേ AMG GT. ഇത് ഏതൊരു കാറാണ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നിങ്ങൾ പറയൂ. പിന്നെ ഈ ഇരിക്കണ 3 ലാൻസറിൻ്റെ എവല്യൂഷനാണ്. ഞാനിവിടെ നിങ്ങളെ കാണിച്ചായിരുന്നു ഓൾറെഡി. മേളിലിരിക്കണം ഈ സെയിം മോഡൽ തന്നെ. അതിൻ്റെ ക്യാരക്ടർ ഉള്ളതും ക്യാരക്ടർ ഇല്ലാത്തതും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. പിന്നെ GTയുടെ തന്നെ നിങ്ങൾ ഈ അടിയിൽ നോക്കിയേ, GTയുടെ തന്നെ സെയിം കളർ വേരിയൻറ്റ് ഗൾഫ് എഡിഷൻ. പിന്നെ ഇവിടെ NX ഉണ്ട്, മസ്ഡ ഉണ്ട്. മസ്ഡ തന്നെ വേറെ നോക്കി എന്തോരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തു മതി. 3 ഉണ്ട്. പിന്നെ നിസാൻ GTR R35 ഫാൽക്കൺ, R32 സിപ്പ് എഡിഷൻ. അതിൻ്റെ ഇതാണ് ടയേഴ്സൊക്കെ കണ്ട സീനുണ്ട. പിന്നെ തൊട്ടടിയിൽ തന്നെ സേഫ്റ്റി കാർ R32 തന്നെ വേറെ എഡിഷൻ, വേറെന്തോ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് എന്തോ ആനിമേ എഡിഷനാണെന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട്. പിന്നെ നേരത്തെ കാണിച്ച മോൺസ്റ്ററിൻ്റെ സിവിക് ഉണ്ട്, മാൾബോറോയുടെ സിവിക് ഉണ്ട്, സ്പൂണിൻ്റെ സിവിക് ഉണ്ട്, മസ്ഡേ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കാനാണെങ്കിൽ ഡാറ്റ്സൺ, മറ്റേ ഡാറ്റ്സൺ എന്ന് പറഞ്ഞ ഇതിൻ്റെ സീരീസിൽ സിവിക് ഉണ്ട്. പിന്നെ വേറൊരു കളർ വേരിയൻറ്റ് എനിക്കൊന്ന് മെറ്റാലിക്, ഇതിൽ തന്നെ പുട്ടി 2 പെയിൻ്റ് അടിച്ച് സ്കേർട്ട് സ്പോയിലറായി കയറ്റിയ സിവിക് വേറെ. പിന്നെ നമ്മുടെ വേറൊരു എഡിഷൻ സിവിക്, ഇതെനിക്ക് നല്ല പരിചയമുണ്ടല്ല. ഈ ഒരു എന്താണ് റോത്ത്മാൻസ് റേസിങ്ങിൻ്റെ സിവിക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ മസ്ഡ വരുന്നുണ്ട്. മിനി കൂപ്പർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 മോഡൽസ് ഉണ്ടെന്ന്. ഇതൊന്ന് IO 010. പിന്നെ പോളറോയിഡ് ഉണ്ട്. പിന്നെ ഡൊണാൾഡ് ഡക്കിൻ്റെ മിനി കൂപ്പർ ഉണ്ട്. സിവിക്ക് തന്നെ വേറെ മെറ്റാലിക് സാധനമുണ്ട്. R34 യെല്ലോ ഉണ്ട്. പിന്നെ R34 വേറെ കളറുണ്ട്. R32 ഉണ്ട്. R34 ഗ്രീൻ എഡിഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമിക്രോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ടൈമിക്രോ കണ്ട് എന്താ പറയുക, നമ്മുടെ ഇവിടെ ഫ്രിസ്ബിയിൽ വരാനാണെങ്കിൽ ഇത്രയധികം ടൈമിക്രോണുള്ളത്. ഇതിൻ്റെ അകത്ത് ഏത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ടൈമിക്രോ ഇനിയും കുറേ മോഡൽ നമുക്ക് കൊണ്ടുവരാനുണ്ട്. സത്യം പറഞ്ഞാൽ വെക്കാനുള്ളൊരു സ്ഥലം, ഈ ഡിസ്പ്ലേ ചെയ്യാനെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഈ പരിമിതമായ സ്ഥലമാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഒറ്റയടിക്ക് ഒരു വീഡിയോ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും.
അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളെല്ലാ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സ്റ്റോക്ക് നിങ്ങളെ മാക്സിമം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് മോഡൽസും കാസും വെറൈറ്റീസും അത് പല പല സീരീസ് എഡിഷൻസ് എല്ലാം നമ്മുടെ കയ്യിൽ ഇനിയും കാണിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ സാധനങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. എല്ലാവരോടും ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദിയെല്ലാം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.